ഹലോ. അപ്പം നോമ്പ് കാലത്ത് അഡ്വഞ്ചർ പണി, എനിക്ക് ഇങ്ങനത്തെ പണി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ പണിയെടുത്തിട്ടാണ് ഞാൻ ഈ ട്രക്കിങ്ങെല്ലാം പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമായത്. എൻ്റെ വീഡിയോയിൽ കണ്ടറിയാം. ട്രക്കിങ്ങാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ട്രാവലിങ് പോയി കഴിഞ്ഞാൽ ട്രക്കിംഗ് പ്ലേസിലാണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തത്. അതായത് ഞാനിപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അഡ്വഞ്ചർ പണിയാണ്. ഇവിടെ ഞാൻ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ ഇന്ന് ഏതായാലും എൻ്റെ അഡ്വഞ്ചർ പണീൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഇതായിരിക്കും. നല്ല കാലാവസ്ഥയാണ് പുറത്ത്. ഇത് ബാക്കിൽ കാണുന്നത് മദ്രസ കേട്ടാ. മദ്രസ കണ്ടിട്ടില്ല എന്ന് പറയണ്ട, അത് വലിയ സ്കൂളാണ്, അങ്ങനത്തോളം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ ഗ്രൗണ്ടും ഇതെല്ലാം കണ്ട അടിപൊളിയല്ലേ. ഒരു വീട്ടിൻ്റെ ഓട്ടും പുറത്തെത്തി. ഓട്ടും പുറത്തുനിന്ന് വീണ്ടും ഓട്ടും പുറത്തേക്ക് കയറണം. എൻ്റെ വീട് തൊട്ടപ്പുറം തന്നെയാണ്. ഇത് നമ്മളെ ഏരിയ തന്നെയാണ് കേട്ടോ, മനാസർ. ഇതെല്ലാം ഒരു ഫാമിലിയാണ് കേട്ടോ, ഇവരെല്ലാവരും ഒരു ഫാമിലിയാണ്. ഇനി നമ്മൾ ഈ കോണിയിൽ ഇതിൻ്റെ ഓട്ടും പുറത്ത് കയറണം. അയ്യോ, ഇത് ഫുള്ള് നെറ്റ് കെട്ടിയിട്ടുണ്ടല്ലോ, ഫുള്ള് നെറ്റ് കെട്ടീന്. ഇത് പ്രാവ് വരുന്നതായിട്ടാണ് കേട്ടോ നെറ്റ് കെട്ടിന്. ഇതിൻ്റെ മുകളിൽ പ്രാവിൻ്റെ കൂട്ടങ്ങളേനു, അടിയിലും ഫോണിലല്ല ഫുള്ള് പ്രാവേനു ഈ വീട്ടിൽ. ഇത് 2, 10, 15, 20 ഒന്നല്ല, ഏകദേശം ഒരു കണക്കിന് ഒരു 100-500 പ്രാവ് ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ. അതുകൊണ്ടാണ് അത് മൊത്തം ക്ലീനാക്കിയിട്ട് നെറ്റ് കെട്ടീന്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഡിഷും കിട്ടാത്തത്. എല്ലാം ക്ലീനാക്കുന്ന സമയത്ത് എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഡിഷ് നന്നാക്കണം, അതിൻ്റെ ഉള്ളിലോട്ട് നൂണ് പോകണം. ഇനി എൻ്റെ വീട് കണ്ട, എൻ്റെ വീട് ആടെയാണ് കേട്ടോ. ഈ വീട്ടിൻ്റെ തൊട്ടപ്പുറം എൻ്റെ വീട്. ഇത് നമ്മളെ മറ്റേ മജ്ലിസുള്ള വീട്. ഇത് കുട്ടാട്ടൻ്റെ വീടാണ് കേട്ടോ, കുട്ടാട്ടൻ്റെ. മദ്രസൻ്റെ വീട് ഞാനിതുവരെ കണ്ടിട്ടില്ല. അടിപൊളിയാണല്ല മദ്രസ, അതാ അത്തോളം ഉണ്ട് കേട്ടാ. അയ്യോ, നല്ല കാറ്റുണ്ട്. ഏലൂട്ടി ഇപ്പോൾ കയറുക, ഇതിൻ്റെ ഉള്ളിൽ കയറണം. നെറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പണിയെടുക്കണം. ഇപ്പോൾ പ്രാവ് വേണ്ട, ഇതാ ആടെയുണ്ട്, ഇവിടെയുണ്ട്. പാവം കേട്ടാ, പ്രാവുകൾ ഈ കയറിൽ കുടുങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റാണ്ട് ഇതായതാണ് കേട്ടോ. അല്ല, ഒരു പ്രാവുണ്ട് കേട്ടാടാ. ഒരാളല്ല എന്നെ കണ്ടിട്ട് പേടിച്ചു കൊടുക്കണം. മിക്കവാറും താഴെ വീണാൽ കഴിഞ്ഞ് അതിന് ചിറകൊന്നുമില്ല. ഒന്നും ചെയ്യില്ല, ഓടണ്ട. ആടെ ചോനെ അതാ മിക്കവാറും താഴത്തുള്ളൂ. അല്ല, ആത്മഹത്യ ചെയ്യാൻ പോക്കാണ്. അല്ലോ, ആത്മഹത്യ ചെയ്യണ്ട, തുള്ളിയാക്കല്ലേ. ഇല്ല, അവിടെ നിൽക്കും. മിക്കവാറും താഴേക്കുള്ള ആഴം കണ്ടിട്ട് പേടിച്ചിട്ടുണ്ടാവും ആണെന്ന്. അടക്കട്ടെ. പറഞ്ഞു വന്നത്, ഇത് ഭക്ഷണമോ ഇതൊന്നും കിട്ടാണ്ടില്ലേ, ഇവിടുന്ന് പഠിച്ച് ചത്തതാണ് കേട്ടാ. പാവം, എന്താ ചെയ്യുക. അതിൻ്റെ അല്ല, ആ ഒരു ഭക്ഷണം കിട്ടാണ്ട് മരിക്കുക എന്ന് പറയുന്നതില്ലേ, അത് വലിയൊരു മരണമാണ്, സംഭവമാണ്. നമുക്കൊരു കാര്യം, ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാം. ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഈ ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. ഇതൊരു ഡ്രസ്സിൻ്റെ എല്ലാം കഥ കഴിയും. ഇതൊരു മത്സരമായിട്ട് കണക്കാക്കി കയറേണ്ടി വരും. അയ്യോ, ഞാനും വലയിലായി, പ്രാവിൻ്റെ മാതിരി. നൂണ് പോകണം. ഇതാത് ഡിഷ് ലൈനങ്ങാടെ മൂലക്കാന്നുള്ള കേട്ടാ. കണ്ട, ഇവിടെയെല്ലാം പ്രാവ് ഇതായിട്ടുണ്ട് കേട്ടാ. പാവം, പ്രാവുകൾ ഒഴിവാക്കിയ മുട്ടയുണ്ട് കേട്ടാ. മുട്ട പൊട്ടിച്ച് നോക്കട്ടെ. പ്രാവ് ഒഴിവാക്കിയ മുട്ട. ഓ, ഇത് പുതിയ മുട്ടയാണല്ലോ, അതൊന്നും ആയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ കുഞ്ഞായെന്ന് തോന്നും കേട്ടാ. ഇതിൻ്റെ
ഉള്ളിൽ കുഞ്ഞ് വിരിഞ്ഞിനും തോന്നും കേട്ടാ. ഓ മൈ ഗോഡ്, കുഞ്ഞ് വിരിഞ്ഞ് വന്നിന് കേട്ടാ. പോയതാ. അപ്പോൾ നമ്മളെ പണി കഴിഞ്ഞിടാ. ഇനി പുറത്തിറങ്ങുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഇനി നല്ലനെ പുറത്തിറങ്ങും. അല്ലോ ഇതെല്ലാം കൊടുക്കുന്ന അയ്യോ പട്ടാളക്കാർ പോകുന്ന മാതിരി. ഇവിടെ കണ്ട, ഇവിടെ പ്രാവിൻ്റെ ഇത് നോക്കിയാൽ കാഷ്ടോ ഫുള്ള്. ഇതിൻ്റെ മുകളിൽ മൊത്തം പ്രാവിൻ്റെ ഇതാണ്. ഇത് മൊത്തം പ്രാവ്. നിങ്ങൾ ഇവിടുത്തെ പ്രാവിനെ കണ്ട് അത്ഭുതപ്പെടും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും പ്രാവുണ്ടായി. അയ്യോ അല്ല, സാധനം പുറത്തു പോണേ. അപ്പൊക്കെ പുറത്തിറങ്ങി. ഇവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല കേട്ടാ. ഇവിടെ പ്രാവിൻ്റെ ശല്യമായിട്ട് ഇവിടെ ഒരു ആദ്യം ഒരു കമ്പിയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്, ജനലിനെല്ലാം കുത്തി നോക്കുന്നത്. ഇവർക്ക് പ്രാവ് ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്നത്. ചില വീടുകൾ ഫുള്ള് തൂറിയിട്ടിട്ട് ഇതാക്കിയിട്ട്, അതുകൊണ്ടാണ് ഇവരെ ഒഴിവാക്കുന്നത്. ഇവിടെ കുറേ കാലം ഉണ്ടായിരുന്നു പ്രാവ്. എന്താമോ ഇവ പ്രാവിൻ്റെ കൂടെല്ലാം കണ്ടതാ. ആ ഓട്ടം പ്രാവിൻ്റെ കൂടായിരുന്നു. ഓക്കെ, നമ്മളെ തലയിലേക്ക് ഇറങ്ങുന്നത്. ഇങ്ങനെ ഒരു അഡ്വഞ്ചർ പണിക്ക് കയറുമ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാ, ചെറിയ വീഡിയോ. താഴേക്ക് ഇറങ്ങിയിട്ട് പോകും. തലയിലേക്ക് ഇറങ്ങുമ്പോൾ വീഡിയോ എടുത്താന്ന് കഴിഞ്ഞാൽ ഞാനും വീഡിയോ ഒപ്പരം താഴെത്തും. കോണിയെല്ലാം നോക്കിയ കോണി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതോ ഗതി. ഇറങ്ങൂലെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ കോണി അടുത്തന്നെ നിൽക്കണ്ട, ആരെങ്കിലും കയറുമ്പോൾ അടുന്നോട്ടെ. അപ്പോൾ ഇതാണ് അഡ്വഞ്ചർ പണീൻ്റെ ചെറിയ വീഡിയോ. എന്നാലും ചെറിയ വർക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതും കാഴ്ചകളല്ലേ, ഇതെല്ലാം എല്ലാവർക്കും കാണാൻ പറ്റില്ല. വ്യത്യസ്ത കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഞാൻ നോമ്പെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ട്രിപ്പെല്ലാം പ്ലാനിങ് ആക്കുന്നുണ്ട്. നോക്കട്ടെ, നമ്മൾ ട്രാവലാണ് മെയിൻ. ട്രിപ്പെല്ലാം പ്ലാനിങ് ആക്കുന്നുണ്ട്. എന്തായാലും അപ്ഡേറ്റ് അറിയിക്കണം. നല്ല വീഡിയോ ആയിട്ട് കാണാം.